എല്ലാവർക്കും കണ്ണൂർ മഹാത്മാ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മോഹനൻ കെ എൻ, കണ്ണൂർ മഹാത്മാ പ്രിൻസിപ്പാളും വിന്നേഴ്സ് സഹകരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ട് എഡിറ്ററും. ഉദ്യോഗാർത്ഥികളെല്ലാം കോവിഡ് പ്രതിസന്ധിയിലാണെങ്കിലും സഹകരണ വിദ്യാർത്ഥികൾക്ക് വളരെ ആവേശം നൽകുന്ന വിവരമാണ് നമ്മുടെ പുതിയ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ കേരള ബാങ്കിൽ 1400ഓളം തസ്തികകളിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന അറിയിപ്പിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചത്. PSCയും സഹകരണ സർവീസ് എക്സാമിനേഷൻ ബോർഡും വഴി സഹകരണം പഠിച്ച 5000ഓളം പേർക്ക് 3 വർഷത്തിനിടയിൽ ജോലി ഉറപ്പാക്കാനാവും എന്ന് നമുക്കറിയാം. ഈ മേഖലയിലുള്ളവരെല്ലാം നല്ല പ്രത്യാശയോടാണ് ഇക്കാര്യം കാണുന്നത്. അതിനാൽ കഠിനാധ്വാനം ചെയ്ത് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക. ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്ന ഭാഗം ഇന്ത്യയിലെ സഹകരണത്തിൻ്റെ കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ് എന്ന ഭാഗമാണ്. PSCയും ബോർഡും സ്ഥിരമായി ഈ ഭാഗത്ത് നിന്ന് 4-5 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നന്നായി പഠിക്കേണ്ടതുണ്ട്. വളരെ വലിയൊരു ഭാഗമാണ്, കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എല്ലാവരും നന്നായി ക്ലാസ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഭാഗം വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. ഇന്ത്യയിൽ സഹകരണം രൂപപ്പെടാനുള്ള ചരിത്ര പശ്ചാത്തലം എന്തെല്ലാമെന്ന് ചോദിച്ചാൽ അതിൽ പെടാത്തത് ഏത് എന്നുള്ള ചോദ്യം ചോദിക്കാം. അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുക. 1. ഡ്യൂപ്പറിനെ എഴുതിയ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന പുസ്തകം. 2. ലോകരാജ്യങ്ങളിൽ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും രൂപപ്പെട്ട സഹകരണ സംരംഭങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ, 1844 ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച റോച്ചഡെയിൽ പയനിയേഴ്സ് 28 കമ്പിളി നെയ്ത്ത് തൊഴിലാളികൾ ഉണ്ടാക്കിയ സംരംഭം. അതുപോലെ തന്നെ ജർമ്മനിയിലാണെങ്കിൽ കാർഷിക മേഖലയിലെ ആദ്യത്തെ ക്രെഡിറ്റ് സൊസൈറ്റി റെയ്ഫൈസൻ മാതൃക, അതുപോലെ തന്നെ ആദ്യത്തെ അർബൻ മാതൃക ഷുൾസ് മോഡൽ. ഈ കാര്യങ്ങൾ, ഈ ഭാഗങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. 3ാമത്തെ കാര്യം, മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ ചൂഷണത്തിനായി സഹകരണം സംവിധാനം ചൂഷണത്തിനെതിരായി ഉയർന്നു വന്ന സംരംഭമാണ് സഹകരണം. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസത്തിൻ്റെ ചൂഷണത്തിനെതിരായിട്ട് ഈ കഴിഞ്ഞ ബോർഡ് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ചൂഷണത്തിനെതിരായിട്ടാണ് സഹകരണം രൂപപ്പെട്ടത്. ലോകത്തിലെ ആദ്യത്തെ എക്കണോമിക് സിസ്റ്റം എന്താണെന്നുള്ള ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക സംവിധാനം ക്യാപിറ്റലിസമാണ്. ആദ്യത്തെ മുതലാളി ആരാന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ തൻ്റെ ഗുഹയിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ച് അതിന് പഞ്ഞം വരുമ്പോൾ വർഷകാലത്ത് അത് ഉപയോഗിക്കുകയും ആവശ്യക്കാർക്ക് അത് കൊടുക്കുകയും ചെയ്ത് ലോകത്തിലെ ആദ്യത്തെ മുതലാളി അഗ്രികൾച്ചറിസ്റ്റ് തന്നെയാണ്. അയാളാണ് അടുത്ത വർഷം കൃഷി ഇറക്കാനായിട്ട് ആദ്യത്തെ ലേബറിനെ ഉപയോഗിക്കുകയാണ്. നിനക്ക് ധാന്യം വേണമെങ്കിൽ നീ തൊഴിൽ എടുക്കുക, ഈ പുഴയിടം നീ കൊത്തി ലെവലാക്കി അതിൽ കൃഷി ഇറക്കുക. അങ്ങനെയാണ് അഗ്രികൾച്ചർ വളർന്നു വന്നത്. അന്നേരം ലോകത്തിൽ ആദ്യത്തെ എക്കണോമിക് സിസ്റ്റം മുതലാളിത്താണ്. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, അതിൻ്റെ സംവിധാനങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ കേരള ബാങ്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരീക്ഷ ആയിരിക്കും. അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് എല്ലാ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം. എക്കണോമിക് സിസ്റ്റം, ആദ്യത്തെ എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റലിസത്തിൻ്റെ തിന്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞാണ് പിന്നീട് നമ്മൾ പറയുന്നത് സോഷ്യലിസം, അതിന് തുടർന്ന് കമ്മ്യൂണിസം, പിന്നീട് മറ്റൊരു സംവിധാനമാണ് നമ്മൾ കോപ്പറേഷൻ. ആ രീതിയിലുള്ള എല്ലാത്തിൻ്റെയും സവിശേഷതകൾ വ്യക്തമായിട്ട് പഠിക്കണം. കോപ്പറേഷൻ ഈസ് എ വയാമീഡിയ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം ചോദിക്കാം. അന്നേരം സഹകരണം രൂപപ്പെടാനുള്ള മറ്റൊരു കാര്യമാണ്, 4ാമത്തെ കാര്യമാണ് മദ്രാസ് ഗവൺമെൻറ് 1892 അപ്പോയിൻ്റ് ചെയ്ത ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയും ഫൈൻഡ് റെയ്ഫൈസൻ എന്ന ആമുഖത്തോടെ 1895 സമർപ്പിച്ച നിക്കോൾസൺ റിപ്പോർട്ടും. അതുകൊണ്ട് നമ്മൾ നിക്കോൾസനെ സഹകരണത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. ലോകത്തിൽ സഹകരണത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന റോബർട്ട് ഓവനാണ്. അതാദ്യമായിട്ട് എടുത്തു പറഞ്ഞ പുസ്തകം
C.R. ഫെയുടെ കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ് എന്നുള്ള പുസ്തകമാണ്. അവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് എ കോപ്പറേറ്റീവ് സ്റ്റോർ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ഫോർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇൻ ദിസ് സെൻസ് ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ബ്രിട്ടൻ. ഇന്ന് നമ്മൾ ലോകത്തിൽ സഹകരണത്തിൻ്റെ പിതാവായിട്ട് റോബർട്ട് ഓവനെ കണക്കാക്കുന്നു. കഴിഞ്ഞ ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പല PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി സഹകരണം രൂപപ്പെടാനുള്ള അഞ്ചാമത്തെ കാര്യം, അന്ന് ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യയിൽ തക്കാവി ലോണിനെ ആശ്രയിച്ചിരുന്നു. ഗവൺമെൻറ് ലോൺസാണ് തക്കാവി ലോൺസ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്ത് ഇൻഡിജീനസ് മണി ലെൻഡേഴ്സാണ്, പ്രാദേശിക പണമിടപാടുകാരാണ്. തക്കാവി ലോൺസ് വളരെ പരിമിതമായ തോതിൽ ലഭിച്ചിരുന്നുള്ളൂ. ഇൻഡിജീനസ് മണി ലെൻഡേഴ്സാണ് ആർക്ക് വേണമെങ്കിലും ലോൺ കൊടുത്തു. പക്ഷേ വലിയ പലിശയായിരുന്നു. ആ പലിശ തിരിച്ചടക്കാൻ പറ്റാത്തപ്പോൾ വലിയ ശിക്ഷയും അവർക്ക് ലഭിച്ചു. ആ ശിക്ഷ എന്ന് വെച്ചാൽ പാടം വിട്ട് അവൻ ഒളിച്ചോടേണ്ടി വരും, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളെയെല്ലാം തടങ്കലിൽ ആക്കി അടിമകളാക്കി അവൻ്റെ ജമ്മിയുടെ വീട്ടിൽ ജോലി ചെയ്യിക്കുന്ന സംവിധാനം ഇത് ഒഴിവാക്കാൻ. ഇങ്ങനെ ഇന്ത്യയിൽ ഇൻ ഇന്ത്യ അഗ്രികൾച്ചർ ഈസ് എ ഗാംബ്ലിങ് ഓൺ ക്ലൈമറ്റാണ്. അതുകൊണ്ട് ക്ലൈമറ്റ് ചതിച്ചു കഴിഞ്ഞാൽ കർഷകൻ പാടം വിട്ട് പട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ പലായനം യഥാർത്ഥത്തിൽ ഫാം തരിശായിക്കാൻ കാരണമായി തീർന്നു. ഫാം തരിശായിക്കുമ്പം പ്രൊഡ്യൂസ് ഇല്ലെങ്കിൽ അതെന്തുണ്ടാവും, തീർച്ചയായിട്ടും അത് ക്ഷാമത്തിന് കാരണമായിത്തീരും. അതാണ് ഫാമിൻ കമ്മീഷൻ പരിശോധിച്ച ഫാമിൻ ക്ഷാമം. അങ്ങനെ ഫാമിൻ കമ്മീഷൻ 1901 ബംഗാൾ ഫാമിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ പറഞ്ഞത് ഇത് ഇന്ത്യയിലെ ഭൂ ഉടമ സമ്പ്രദായത്തിൻ്റെ പോരായ്മയാണ്. അതുപോലെ തന്നെ അനുയോജ്യമായ രീതിയിൽ കർഷകന് വായ്പ ലഭിക്കുന്ന സ്ഥാപനങ്ങളുടെ അപര്യാപ്തതയാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് ഫാമിൻ. പിന്നീട് എന്തിനു കാരണമായിത്തീരും, അത് പകർച്ചവ്യാധി പകർച്ചവ്യാധിക്ക് നമ്മളിപ്പം കോവിഡിൻ്റെ എല്ലാം പീരീഡ് കാണുന്നില്ലേ, പകർച്ചവ്യാധിക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കോവിഡ് മറ്റ് രോഗങ്ങൾ വന്ന് മരണമടയും. ഇത് ഈ നമ്മളെ പട്ടിണി മരണത്തിനും കാരണമായിത്തീരും. അന്നേരം ഇതെല്ലാം നമ്മളെ ഫാമിൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഒരു എഡ്വേർഡ് ലോ കമ്മിറ്റിയെ, ഇവിടെ നിന്നാണ് കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസിൻ്റെ പ്രാരംഭമായിട്ടാണ് ഇത് പറയുന്നത്. എഡ്വേർഡ് ലോ കമ്മിറ്റിയെ നിയമിക്കുകയാണ് ഇന്ത്യയിൽ സഹകരണം കൊണ്ടുവരാനായിട്ട്. ആ എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നില്ല. കമ്മിറ്റിയിൽ മെമ്പറിൽ പെടാതെ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി നിങ്ങൾ പഠിക്കുക. അതെല്ലാം വെച്ച് പരീക്ഷ ചോദ്യം ചോദിക്കാം. എങ്ങനെ 1901 ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1904 ഒന്നാം സഹകരണ നിയമം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 4 ഇതിനൊരുപടി പോരായ്മ ഉണ്ടായിരുന്നു. 4 ആക്ടിൻ്റെ പ്രൊവിഷൻസ് മുഴുവൻ പഠിക്കുക, 4 ആക്ടിൻ്റെ പോരായ്മ മുഴുവനും പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പോരായ്മയിൽ പെടാതെ അതിൻ്റെ പ്രൊവിഷനിൽ പെടാതെ എന്നുള്ള ചോദ്യങ്ങൾ വരാം. ഈ പോരായ്മ ഒഴിവാക്കിക്കൊണ്ടാണ് 1912 രണ്ടാം സഹകരണ നിയമം വരുന്നത്. 12 രണ്ടാം സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇത് പ്രകാരം നമുക്ക് രജിസ്ട്രാറുടെ അധികാരങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റി. അത് വരുമ്പോൾ നമ്മുടെ ആക്ടിലേക്ക് നിങ്ങൾ നോക്കുക, 69 ആക്ടിൽ പറയുന്നുണ്ട്, നമ്മൾ സെക്ഷൻ 3 രജിസ്ട്രാർ നിർവചിക്കുന്നതാണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത രജിസ്ട്രാറോ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ താഴെ തട്ടിൽ വീതിച്ചു കൊടുത്ത ഏത് ഉദ്യോഗസ്ഥനും ഈ ആക്ട് പ്രകാരം രജിസ്ട്രാറാണ്. ഇത് നമുക്ക് ആദ്യമായിട്ട് അനുവദിച്ചു കൊടുത്ത നിയമം 12 നിയമമാണ്. 4 നിയമത്തിലെല്ലാം രജിസ്ട്രാർ ചെയ്യണം, ഓഡിറ്റ് അടക്കം. രജിസ്ട്രേഷൻ, ഓഡിറ്റ്, ലിക്വിഡേഷൻ ഇതെല്ലാം രജിസ്ട്രാർ ചെയ്യണം. ഇപ്പോഴത് മാറിയിട്ട് അതിനെ തൻ്റെ കീഴിലുള്ള ജില്ലാ തലത്തിൽ വരുമ്പം ജോയിൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തു, താലൂക്ക് തലത്തിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തു, ലിക്വിഡേഷൻ നടപടികൾ ലിക്വിഡേറ്റർ കൊടുത്തു. ഇങ്ങനെ അദ്ദേഹത്തിന് കീഴിലുള്ള അധികാരങ്ങളെ വീതിച്ചിട്ട് താഴെത്തട്ടിൽ കൊടുക്കുകയാണ്. അതാണ് സെക്ഷൻ 3(1) രജിസ്ട്രാർ, ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന IAS രജിസ്ട്രാർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 3(2) വരുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരം വീതിച്ചു കൊടുത്ത മറ്റുദ്യോഗസ്ഥന്മാരാണ്. അതാണ് ആ ഭാഗമെല്ലാം നിങ്ങൾ പഠിക്കണം. ലോവും വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 12 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘത്തിന് വേറൊരു സംഘത്തിൽ ഷെയർ എടുക്കാം. അങ്ങനെ നമുക്ക് സെൻട്രൽ സൊസൈറ്റി വരികയാണ്, എപ്പെക്സ് സൊസൈറ്റി വരികയാണ്. കേരള ബാങ്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യം വരും. എപ്പെക്സ് സൊസൈറ്റി കേരള ബാങ്കാണ്. നമുക്കിപ്പം സെൻട്രൽ സൊസൈറ്റി നമ്മളിപ്പോൾ മലപ്പുറം ഒഴികെ ബാക്കി എല്ലാ സെൻട്രൽ സൊസൈറ്റിയും കേരള ബാങ്കിൽ അമാൾഗമേറ്റ് ചെയ്തിട്ട് അത് ഒറ്റ ബാങ്കായി മാറുകയാണ്. എനിക്ക് താമസിയാതെ തന്നെ നമുക്ക് മലപ്പുറം ജില്ലാ ബാങ്കും അതൊരു കേസിൽപ്പെട്ടാണ്. അത് മിക്കവാറും അതും കേരള ബാങ്കിൽ ലയിക്കുന്നതോടുകൂടി നമ്മളെ കംപ്ലീറ്റ് 2 ടയറിലേക്ക് വരും. ടയർ സിസ്റ്റം നിങ്ങൾക്കറിയാം എന്താണ് ടയർ സിസ്റ്റം.
വായ്പാ സംവിധാനം 3 ടയറുണ്ട്, 2 ടയറുണ്ട്. അന്നേരം വളരെ പ്യുവറായിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് പറയാം. ഇപ്പം 2 ടയറിൽ വരുന്നത് ദീർഘകാല വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഓരോ വാക്ക് നോക്കുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേംസ് ലോൺസ്, ലോങ് ടേം ലോൺ. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുമ്പോൾ ഒരു ക്രോപ്പ് പീരീഡ് വരെ കൊടുക്കുന്നതാണ്. 15 മാസം അല്ലെ 18 മാസം വരെ കൊടുക്കുന്ന പീരീഡ് വെച്ചുകൊണ്ടുള്ള വായ്പയാണ് ഷോർട്ട് ടേം ലോൺസ്. മീഡിയം ടേം ലോൺ കൊടുക്കുന്നത് 5 വർഷം വരെ കൊടുക്കുന്ന വായ്പയാണ്. ലോങ് ടേം ലോൺ കൊടുക്കുന്നത് അതിലപ്പുറം കൊടുക്കുന്ന വായ്പയാണ്. സാധാരണ 15 വർഷം വരെ കൊടുക്കും. സ്കീം ഓർ സ്കീമാറ്റിക് ലോൺ, നബാർഡിൻ്റെ ലോണുകളാണെങ്കിൽ 35 ഇയേഴ്സ് വരെ കൊടുക്കുന്ന ലോണുണ്ട്. സാധാരണഗതിയിൽ അത് 15 വർഷം വരെ കൊടുക്കുന്ന വായ്പയായിരിക്കും. ഇതാണ് ഷോർട്ട് ടേം, മീഡിയം ടേം ലോങ് ടേം ലോൺസ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ വാക്ക് നോക്കുമ്പോൾ അതുമായിട്ട് നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഇതിൽ എങ്ങനെ ചോദ്യം വരാം ആ കാര്യം തറവാക്കണം. എന്നാൽ 12ലാണ് നമുക്ക് സെൻട്രൽ സൊസൈറ്റി വരാം, എപെക്സ് സൊസൈറ്റി വരാം. അങ്ങനെ 12ന് ശേഷം സഹകരണത്തിന് നല്ല വികാസം ഉണ്ടായിട്ടുണ്ട്. ആ വികാസവും മറ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഈ കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസിൽ വരുന്നത്. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ് വരുമ്പോൾ ഒന്ന് മെക്ലാൻ കമ്മിറ്റി, ഒന്ന് നമ്മളെ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി ആദ്യത്തേത് 1892 അപ്പോയിൻ്റ് ചെയ്തു. മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. 95 റിപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നീട് വന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തത് എഡ്വേർഡ് ലോ കമ്മിറ്റി. അതിലൊരു ഇന്ത്യക്കാരനുമില്ല. ഇന്ത്യക്കാരൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യാനാണ് എഡ്വേർഡ് ലോ ഈ കമ്മിറ്റി വന്നത്, ഇവിടെ സാറിന് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതിലൊരു ഇന്ത്യക്കാരനെയും അടുപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ റീസൺ എന്താണ്, കാരണം എന്താണെന്ന് ചോദിക്കും. കാരണം എന്താണ്? അവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം, എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഇന്ത്യയിൽ സഹകരണം എഡ്വേർഡ് ലോ കമ്മിറ്റി ഇത് കൊടുക്കുമ്പോൾ സഹകരണം രൂപീകരിക്കുന്ന 4-ൽ സഹകരണത്തിന് നിയമത്തിൽ ഒപ്പുവെക്കുന്ന വ്യക്തി അന്നത്തെ വൈസ്രോയാണ്. ഏത് വൈസ്രോയാണ്? അന്നത്തെ കേഴ്സൺ പ്രഭുവാണ്. കേഴ്സൺ പ്രഭു. അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ് ഫോം ചെയ്ത് 1855-ലാണ്. അത് സേഫ്റ്റി വാൾ തിയറി പ്രകാരമാണ് ഇത് ഫോം ചെയ്തത്. ഇന്ത്യയിൽ പെട്ടെന്നൊരു കലാപം ഉണ്ടാകുമ്പോൾ ആ കലാപത്തെ അടിച്ചമർത്തിയിട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടു പ്രമാണിമാരാവല്ലോ അവരുപയോഗിച്ചുകൊണ്ട് ഈ കലാപത്തെ പെട്ടെന്ന് നമുക്ക് അടിച്ചമർത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം നടത്താം. ആ ഉദ്ദേശത്തിലാണ് ഇവിടെ ഇത് കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. കോൺഗ്രസ് ഫോം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഓർമ്മിക്കുക, ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാറിയിട്ട് 1857-ലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നത്. അത് ഓർമ്മിച്ച് നോക്കുക, 1857. അതുവരെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചത്. 1600 മുതൽ 600-ലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. 1608-ലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൂററ്റിലെ കമ്പനി വരുന്നത്. അങ്ങനെ 1600 മുതൽ ഇവർക്ക് കിട്ടിയ റൈറ്റ് വെച്ചിട്ട് 1608 മുതൽ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വരുന്നത് പല പ്രദേശങ്ങളിലും. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം വന്നു. അത് അവസാനിക്കുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുമ്പോഴാണ് 1857. 9 മാസം കൊണ്ട് ഈ കലാപത്തെ അടിച്ചമർത്തി. 9 മാസം കൊണ്ട്. അങ്ങനെ 58-ൽ ബ്രിട്ടനിലെല്ലാം സൈന്യത്തെ കൊണ്ടുവന്ന് ഇത് അടിച്ചമർത്തിയപ്പം ബ്രിട്ടീഷ് രാജ്ഞി പറഞ്ഞു, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ വേണ്ട, ഇനി നല്ലത് ഞാൻ തന്നെ നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ക്യൂൻസ് പ്രൊക്ലമേഷൻ 1858 ഇയർ ഓർമ്മിക്കണം. ക്യൂൻസ് പ്രൊക്ലമേഷൻ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം വൈസ്രോയ് ഗവർണർ ജനറൽ എന്നുള്ള തസ്തിക മാറ്റിയിട്ട് വൈസ്രോയ് എന്നുള്ള തസ്തിക വരികയാണ്. അങ്ങനെ 1858-ൽ അവസാനത്തെ ഗവർണർ ജനറലായ ലോർഡ് കാനിങ് പ്രഭുവിനെ ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് നിയമിക്കുകയാണ്. അവസാനത്തെ ഗവർണർ ജനറൽ ആൻഡ് ഫസ്റ്റ് വൈസ്രോയ് കാനിങ് പ്രഭു. പിന്നീട് ഇത് വരുന്നു. ഇങ്ങനെ 1904 വരുമ്പോൾ പിന്നീട് വൈസ്രോയാണ് പോസ്റ്റ്. ഓർമ്മിക്കുക, ഗവർണർ ജനറലല്ല, വൈസ്രോയ് വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിനിധിയാണ്. ആ വൈസ്രോയാണ് ഒന്നാം സഹകരണ നിയമത്തിൽ ഒപ്പുവെക്കുന്നത്. അന്നേരം ഒന്നാം സഹകരണ നിയമം വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് എന്ന് പറഞ്ഞാൽ അത് കേഴ്സൺ പ്രഭുവാണ്. അതിന് കേഴ്സൺ പറയുമ്പോൾ ഞാൻ 1955-ൽ കോൺഗ്രസ് ഫോം ചെയ്തല്ലോ. ഈ കോൺഗ്രസ് ഫോം ചെയ്തു. കോൺഗ്രസ് പെട്ടെന്ന് തന്നെ സേഫ്റ്റി വാളൊന്ന് മാറിയിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് നമുക്ക് കൂടുതൽ അധികാരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന ഒരു സംവിധാനമായി മാറി. ആ ക്ലബ് ഫോമിൽ നിന്ന് മാറുകയാണ്. അതിന് ഒരു എൻലാർജ്മെൻറ്റ് വരികയാണ്. അതൊരു റവല്യൂഷണറി അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സംഘടനയായി മാറുകയാണ്. ആ ചോദ്യം ചെയ്യുന്ന സംഘടനയായിട്ട് മാറിയോടുകൂടി കേഴ്സൺ പ്രഭു ഒരു പുതിയ നയം ഉണ്ടാകണം. കോൺഗ്രസ് അങ്ങനെ വികസിച്ചല്ല, നമ്മളുണ്ടാക്കിയ കോൺഗ്രസ്സാണ്. അത് നമുക്കെതിരായിട്ട് തിരിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ തളർത്താനായിട്ട് കമ്മ്യൂണൽ വർഗീയം
അങ്ങനെയാണ് ഇന്ത്യയിലെ വർഗീയതയുടെ രാഷ്ട്രീയം വരുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ബംഗാളിനെ വിഭജിക്കുകയാണ്, ഹിന്ദു ബംഗാൾ ആൻഡ് മുസ്ലിം ബംഗാൾ. അങ്ങനെ 1906 ആകുമ്പോഴേക്കും നിങ്ങൾ ഓർമ്മിക്കുക, മുസ്ലിം ലീഗും വരികയാണ്. കമ്മ്യൂണൽ കാർഡ് കളിക്കുകയാണ് ബ്രിട്ടീഷുകാർ കോൺഗ്രസിനെ എതിർക്കാനായിട്ട്. അങ്ങനെ 1904 കേസൻ പ്രഭുവാണ് പറഞ്ഞത്, ഐ ഷാൽ ബെറി ദ കോൺഗ്രസ് വിത്തിൻ ദ ഇന്ത്യൻ സോയിൽ. ഈ കോൺഗ്രസിനെ ഇന്ത്യൻ മണ്ണിൽ ഞാൻ കുഴിച്ചു മൂടുന്നു പറഞ്ഞ വൈസ്രോയാണ്. അങ്ങനെ 1905 അദ്ദേഹം ബംഗാളിനെ വിഭജിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കണം. 1901 ഫെമിൻ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. അതിൻ്റെ എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ 6 കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാരണം ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സാരണ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വന്നു. അത് ഫോം ചെയ്യുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കുകയാണ് ഇന്ത്യയിലെ സാരണ സംവിധാനങ്ങൾ. അവിടുന്ന് വരുന്ന ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളെല്ലാം നമ്മൾ അതുവരെയുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി അതിന് ശേഷമുള്ള കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാരണം നിയമം ആദ്യമായി വന്ന 1904 ശേഷമുണ്ടായ കമ്മീഷനും കമ്മിറ്റികളും സംബന്ധിച്ച ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളിലേക്കും കടക്കാം. നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് കമ്മിറ്റി ഫോംഡ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് 1904 ആക്ട്. പലപ്പോഴും പല PSCക്കും ചോദിച്ചിട്ടുണ്ട്, ബോർഡ് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. 1904 ഒന്നാം സാരണ നിയമത്തിന് ശേഷം വന്ന ആദ്യത്തെ കമ്മിറ്റി ഏതാണ്? അത് മെക്ലഹാൻ കമ്മിറ്റിയാണ്. നെയിംഡ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. അതിന് മെക്ലഹാൻ കമ്മിറ്റിക്ക് പറയുന്നത് കമ്മിറ്റി ഓൺ കോപ്പറേഷനാണ്. അതിൻ്റെ ചെയർമാനാണ് എഡ്വേർഡ് മെക്ലഹാൻ. അപ്പോയിൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ 1914 ആൻഡ് ദി കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1915. 14 അപ്പോയിൻ്റ് ചെയ്യുന്നതാണ്. 10 വർഷത്തെ ഇന്ത്യയിലെ സാരണത്തിൻ്റെ വികാസത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത്. 10 വർഷം 1904 മുതൽ 14 വരെ ആ സാരണത്തിൻ്റെ വികാസം എത്രമാത്രം ഉണ്ടായി, അതിൻ്റെ പ്രോബ്ലംസ് എന്തെല്ലാം, അതിൻ്റെ കാര്യങ്ങളാണ് ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ ഉണ്ടായിരുന്നത്. എഡ്വേർഡ് മെക്ലഹാനാണ് അതിൻ്റെ അധ്യക്ഷൻ. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് വരാം, അല്ലെങ്കിൽ വേറൊരു ചോദ്യം. കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1915 കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഇതെല്ലാം ചോദ്യമായിട്ട് വരാം. ഈ കമ്മിറ്റിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാം, അങ്ങനെ അതൊരു ചോദ്യമായിട്ട് വരാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് ദ എഡ്വേർഡ് മെക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ട്. അന്നേരം എഡ്വേർഡ് മെക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളറിയണം. ഇപ്പോഴുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ ആ രീതിയിലാണ് നമ്മൾ ബോർഡ് പരീക്ഷയ്ക്ക് കാണുന്നത്. PSCക്ക് ആ രീതിയിൽ തന്നെ നമ്മളെ കേരള ബാങ്കെല്ലാം വരുന്നതുകൊണ്ട് നമ്മളൊന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതുണ്ട്. എല്ലാം വളരെ സബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് സാധ്യമാവണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം മുതലേ നമ്മളെ സബ് എഡിറ്റേഴ്സിനോടും നമ്മുടെ സ്റ്റാഫിനോടും പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ശ്രീ ബാലഗോപാൽ നടന്ന ധനമന്ത്രി കൊണ്ടുവന്ന ഒന്നാമത്തെ ബജറ്റ്, ആ ബജറ്റിൻ്റെ ഡീറ്റെയിൽസ് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾ നിരന്തരമായ വർക്കിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങളും എളുപ്പമല്ല, ഇത് പഠിച്ചെടുക്കൽ എളുപ്പമല്ല. അന്നേരം സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തെല്ലാം, അതിൽ സാധാരണ മേഖലയ്ക്ക് എത്ര അലോട്ട്മെൻറ്റ് വന്നു, സാധാരണ മേഖലയിലെ പ്രധാനപ്പെട്ട സ്കീംസ് എന്തെല്ലാം, ഈ കാര്യങ്ങളെല്ലാം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ മേഖല എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് സാധാരണ മേഖല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നബാർഡ് എത്ര 1000 കോടി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നബാർഡ് കേരള ബാങ്കിന് കൺസെഷണൽ ഫിനാൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ബജറ്റിലേക്ക് വരുമ്പോൾ 2500 കോടി സാധാരണ മേഖലയിലൂടെ സഹായം ഈ ബജറ്റിലൂടെ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുകയാണ്, ബജറ്റിൽ വകയിരുത്തിയിട്ട്. എന്നാൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കുക, കുറേ റേഡിയോ, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ, TV അതുപോലുള്ള ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു ചോദ്യം വന്നാൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് ദ എഡ്വേർഡ് മെക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ട്. അന്നേരം എഡ്വേർഡ് മെക്ലഹാൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊന്ന് ഓർത്ത് വെക്കുക. സംഘത്തിൽ ചേരുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സാധാരണ തത്വത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്.
രണ്ടാമത്തെ, സത്യസന്ധരായ ആളുകൾ രൂപീകരിക്കുന്ന സഹകരണ സംഘങ്ങളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ. ഈ ഒരു നിർദ്ദേശം മറ്റൊരു കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സത്യസന്ധരായ ആളുകൾ രൂപീകരിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ നൽകാവൂ. അംഗങ്ങൾക്ക് മാത്രമേ വായ്പ നൽകാവൂ. അത് നമ്മളെടുത്തുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് അറിയാം. നമ്മൾ ABCD എന്നെല്ലാം പറഞ്ഞിട്ട് സഹകരണ നിയമം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ആക്ച്വൽ മെമ്പേഴ്സ്, അസോസിയേറ്റ്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അങ്ങനെ ഈ മെമ്പർമാർക്ക് മാത്രമേ, മെമ്പർ എന്നുള്ള ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട് ആക്ച്വൽ മെമ്പേഴ്സും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറും മെമ്പറാണ്, അവർക്കും ലോൺ കൊടുക്കാം. അതുകൊണ്ടാണ് ഗോൾഡ് ലോണെല്ലാം കൊടുക്കുമ്പോൾ ആക്ച്വൽ മെമ്പർ അല്ലെങ്കിൽ നമ്മൾ C ക്ലാസ് കൊടുക്കും. 50 റുപ്യ ഈടാക്കിക്കൊണ്ട് C ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. ചിലയിടത്ത് 10 രൂപയേ ഉള്ളൂ. അംഗങ്ങൾക്ക് മാത്രമേ വായ്പ നൽകാവൂ. അടുത്ത നാലാമത്തെ, ഉൽപ്പാദനക്ഷമമായ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. പ്രൊഡക്റ്റീവ് പർപ്പസിനാണ് കൂടുതൽ ലോൺ കൊടുക്കേണ്ടത്. ഒരിക്കലും സംശയാസ്പദമായ ആവശ്യങ്ങൾക്ക് വായ്പ നൽകാൻ പാടില്ല. വായ്പകൾ തക്ക സമയത്ത് തിരിച്ചടക്കാനുള്ള കഴിവുണ്ടോ എന്നും വായ്പയുടെ ഉപയോഗത്തിൽ നിന്നും വായ്പ തിരിച്ചടക്കാനുള്ള വരുമാനം ഉണ്ടാകുന്നുണ്ടോ എന്നും പരിശോധിക്കണം. എന്താവശ്യത്തിന് വേണ്ടിയാണോ വായ്പ എടുത്തത് അതേ ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വായ്പ മുഴുവനായും തിരിച്ചു പിടിക്കണം. ഈ കാര്യങ്ങളെല്ലാം വായ്പ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻ്റർവ്യൂവിനെല്ലാം ചോദിക്കും, നിങ്ങളെ സെക്രട്ടറി ആയിട്ട് അല്ലെ ബാങ്കിലെ സ്റ്റാഫായിട്ട് വരുമ്പോൾ നിങ്ങൾ വായ്പ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. ഇത് 1915 മെക്ല കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നലെ ധനമന്ത്രി പറയുമ്പോൾ സഹകരണ മേഖലയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ശ്രീവാസവൻ സാറ് പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കുടുംബശ്രീ ലോണിന് കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കറക്റ്റായിട്ട് ഉൽപ്പാദനക്ഷമമായ ആവശ്യത്തിന് തന്നെയാണ് ഇത് പോവുക. അതിലൂടെ കൂടുതൽ ഉൽപ്പാദനങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, പച്ചക്കറിത്തോട്ടം, ടൈലറിങ് യൂണിറ്റ്, കോഴി വളർത്തൽ, ആട് വളർത്തൽ, പശു വളർത്തൽ, പിന്നെ ഇങ്ങനെ പിന്നെ ചെറുകിട യൂണിറ്റുകൾ, അതിനെല്ലാം ഈ നമ്മളെ മുറ്റത്തെ മുല്ല പദ്ധതി, അതെല്ലാം ചോദ്യങ്ങളാണ്. സഹകരണ വകുപ്പ് ചോദിക്കുന്ന മൈക്രോ ഫിനാൻസിൻ്റെ ഒരു രീതിയാണ് മുറ്റത്തെ മുല്ല. അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റിലൂടെയുള്ള വായ്പകൾ, ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഉൽപ്പാദനക്ഷമമായ ആവശ്യത്തിനാണ് വായ്പ നൽകേണ്ടതെന്ന് പറഞ്ഞത് മെക്ലഹാൻ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അടുത്ത 5ാമത്തെ കാര്യം, ഒരു സംഘത്തിൻ്റെ ഉദ്ദേശം അംഗങ്ങളിൽ മിതവ്യയം, സ്വാശ്രയശീലം എന്നിവ വളർത്തുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ സംഘത്തിൻ്റെ ബൈലോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യത്തെ ഇതിൻ്റെ ഉദ്ദേശം പർപ്പസിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് മിതവ്യയശീലം, സ്വാശ്രയം ശീലം, സമ്പാദ്യശീലം ഇത് വളർത്തുക എന്നുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് കഴിഞ്ഞ ബോർഡ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സഹകരണത്തിൻ്റെ ഉദ്ദേശം എന്താണ്. അത് ഉദ്ദേശം സ്വാശ്രയശീലം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തുക. അതുപോലെ തന്നെ അമിതവ്യയം ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കുറേ ഉദ്ദേശങ്ങൾ. ഡെപ്പോസിറ്റ് ശീലം വർദ്ധിപ്പിക്കുക, ത്രിഫ്റ്റ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുക. എന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് ആവശ്യക്കാരന് ലോൺ കൊടുക്കുക, വായ്പ കൊടുക്കുക. ഇതാണ് സംഘത്തിൻ്റെ ഉദ്ദേശം. അടുത്ത 6ാമത്തെ, നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിന് ഒരു ഗ്രാമമായിരിക്കണം പ്രവർത്തന മേഖല. അന്നേരം ഒരു വില്ലേജ്, 1 വില്ലേജ് 1 സൊസൈറ്റി എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മെക്ലഹാൻ കമ്മിറ്റിയാണ്, ശ്രദ്ധിക്കുക. പിന്നീട് ഇത് നമ്മൾ മാറ്റിയിട്ട് ലാർജ് സൈസ് സൊസൈറ്റി വന്നു 54 റിപ്പോർട്ട് പ്രകാരം, ഗോർവാല കമ്മിറ്റി. അത് പിന്നീട് നെഹ്റു 1958 വീണ്ടും മാറ്റാണ് 1 വില്ലേജ് 1 സൊസൈറ്റി. അങ്ങനെയാണ് 1958 ഇന്നത്തെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ആ കോൺസെപ്റ്റ് വരുന്നത്. ഓർമ്മിക്കുക, 1 വില്ലേജ് 1 സൊസൈറ്റി. അടുത്ത, വലിയ സംഘങ്ങളേക്കാൾ അഭികാമ്യം ഭരണപരമായി എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ സംഘങ്ങളാണ്. ഇത് ഇന്ന് നമുക്ക് പ്രയോഗത്തിൽ മനസ്സിലാക്കി. ചെറിയ സംഘങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ ഫിനാൻസ് കൊടുക്കുന്നത് മൈക്രോ ഫിനാൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള ലോണ്, മുറ്റത്തെ മുല്ല പദ്ധതി, അങ്ങനെയുള്ള കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശമാണ്. വലുതിനേക്കാൾ നല്ലത് ചെറുതാണ്. ചെറിയ സംഘങ്ങളാണ് അഭികാമ്യം. അന്നേരം അത് ശ്രദ്ധയുണ്ടാവും, അതിൻ്റെ മെമ്പർമാരെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും, അവരെ സഹായിക്കാൻ പറ്റും, അവരുടെ പ്രവർത്തനങ്ങളെ ബാങ്കിനെ ശരിക്കും വാച്ച് ചെയ്തിട്ട് നല്ല നിലയിൽ നയിക്കാൻ പറ്റും. അടുത്ത്, ക്ലിപ്തരഹിത അൺലിമിറ്റഡ് ബാധ്യതാ സംഘങ്ങളായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് അല്ലേ. അൺലിമിറ്റഡ് അനിയന്ത്രിത ബാധ്യതാ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് മെക്ലഹാൻ പറഞ്ഞു. പക്ഷേ 69 നമ്മളെ നിയമത്തിൽ നമ്മളെന്തായി മാറി, അത് ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളാക്കി മാറ്റി. ഇന്ന് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളാണ്. മെക്ലഹാൻ പറഞ്ഞത് അൺലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളാണ് അഭികാമ്യം എന്നാണ്. അടുത്ത, തക്ക സമയത്തും വേണ്ട രീതിയിലും വർഷാന്ത ഓഡിറ്റും പരിശോധനയും നടത്തേണ്ടതാണ് അല്ല, ടൈംലി ഓഡിറ്റ്.
അത് 97-ാം ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വളരെ കാലാനുസൃതമായ അല്ലെങ്കിൽ പീരീഡ് വെച്ച് ടൈം ബൗണ്ടായിട്ട് ഓഡിറ്റ് നടത്തിയിരിക്കണം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 97 പറയുമ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽ പറയുമ്പോൾ അന്നേരം പറയാം എങ്ങനെയാണ് ഓഡിറ്റിൻ്റെ ആ സമയക്രമങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. മറ്റൊന്ന് 11ാമത്തെ ഒരു അതിൻ്റെ നിർദ്ദേശം, ഒരു സംഘത്തിൽ നിന്നും ഒരംഗത്തിന് പരമാവധി വാങ്ങാവുന്ന വായ്പ മുൻകൂട്ടി നിജപ്പെടുത്തിയിരിക്കണം. നമ്മൾ 1904 ആക്ട് പറഞ്ഞല്ലോ. പിന്നെ ഒരു സംഘത്തിന് മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയാം, IMBP, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ, IMBP എന്ന് പറയും. ഒരു സംഘത്തിൽ നിന്നും ഒരംഗത്തിന് പരമാവധി വാങ്ങാവുന്ന വായ്പ, അതിന് IMBP എന്ന് പറയാം, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ. ഇപ്പോൾ അത് നമ്മളെ പാക്സിലെല്ലാം 20 ലക്ഷം വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് പരമാവധി വായ്പ വാങ്ങാവുന്ന കടം എത്രയാണ്? IMBP. അത് ബൈലോയിലാണ് ചോദിക്കാം. IMBP പറയുന്നത് ബൈലോയിലാണ്. MBP നമ്മുടെ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. MBP നിയമത്തിലല്ല, നമ്മൾ റൂൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇത്രയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. മാക്സിമം ബോറോയിങ് പവർ, ഒരു സംഘത്തിന് പരമാവധി വാങ്ങാവുന്ന കടം, അതാണ് മാക്സിമം ബോറോയിങ് പവർ. IMBP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ, ഒരു വ്യക്തിക്ക് പരമാവധി വാങ്ങാവുന്ന കടം. അത് എത്രയാണെന്ന് നിജപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവശ്യത്തിന് വേണ്ടിയാണോ സംഘം രൂപീകരിച്ചത് അതേ ആവശ്യത്തിന് നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, അല്ലേ? അതിൻ്റെ യൂട്ടിലിറ്റി പരിശോധിക്കണം. അഗ്രികൾച്ചർ സൊസൈറ്റി ആണെങ്കിൽ അത് കാർഷിക വായ്പ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ G. സുധാകരൻ സാറ് മിനിസ്റ്ററായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പല ഈ പാക്സും കർഷകർക്ക് വായ്പ കൊടുക്കുന്നില്ല. ഈ പരാതി അന്നത്തെ മിനിസ്റ്റർക്ക് വന്നപ്പോൾ മിനിസ്റ്റർ സുധാകരൻ സാർ എന്ത് ചെയ്തു? എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തു. എന്നിട്ട് അതെടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4%-നും 3%-നും താഴെ കാർഷിക വായ്പ കൊടുക്കുന്ന പാക്സ് ഉണ്ട്. പാക്സിൻ്റെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നിർവചനം എടുത്ത് നോക്കിയാൽ മതി. ആ നിർവചനത്തിൽ പറയുന്നുണ്ട്, കാർഷിക വായ്പ കൊടുക്കൽ മുഖ്യ ഉദ്ദേശമാക്കിക്കൊണ്ട് 1-2 പഞ്ചായത്തോ ഒരു വില്ലേജോ പ്രവർത്തന പരിധിയാക്കിക്കൊണ്ടുള്ള വായ്പാ സഹകരണ സംഘത്തെയാണ് പാക്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അതിൻ്റെ ജോലി കാർഷിക വായ്പ കൊടുക്കലാണ്. സുധാകരൻ സാർ അന്ന് ജോയിൻറ്റ് രജിസ്ട്രാർമാർന്ന് കണക്ക് വാങ്ങിച്ച് നോക്കുമ്പോൾ 3%, 2% എല്ലാം കൊടുത്ത സംഘങ്ങളുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി, ഇത്ര ശതമാനത്തിൽ കുറവ് വായ്പ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം പാക്സിൻ്റെ ഉദ്ദേശം, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ സംഘം രൂപീകരിച്ചത്, പാക്സ് രൂപീകരിച്ചത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആണ്, അന്നേരം അത് മുഖ്യമായും അവരെ നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കുക, പിന്നെ പരിശോധിക്കണം. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നിലയും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഒരു കേന്ദ്ര സഹകരണ ബാങ്കിൽ വ്യാപകാതിർത്തിയിലുള്ള സഹകരണ സംഘങ്ങൾ എല്ലാം തന്നെ പ്രസ്തുത ബാങ്കിൽ അംഗമായിരിക്കണം. സെൻട്രൽ സൊസൈറ്റിയിൽ ഇപ്പോഴും നമ്മൾ കേരള ബാങ്ക് വരുമ്പോൾ അത് മാറി, നമ്മൾ 2 ടയറിലേക്ക് വന്നു. പക്ഷേ മെക്ലാവൻ കമ്മിറ്റി പറഞ്ഞു, സെൻട്രൽ സൊസൈറ്റിയിൽ തന്നെ നിങ്ങൾ ലോൺ എടുക്കുക, സെൻട്രൽ സൊസൈറ്റിയിൽ നിങ്ങൾ എക്സസ്സുള്ള ഫണ്ട് കൊണ്ടുപോയി ഇടണമെന്ന് പറഞ്ഞു ജില്ലാ ബാങ്കിൽ. കൂടാതെ മറ്റുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കരുത് എന്നും പറഞ്ഞു. ഇതാണ് 3 ടയർ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രൈമറി ബാങ്കുകൾ ലോൺ വാങ്ങുന്നത് 3 ടയർ സ്ട്രക്ചറിൽ സെൻട്രൽ സൊസൈറ്റി എന്നാണ്. പക്ഷേ നമ്മൾ കേരള ബാങ്ക് വരുമ്പോൾ ആ മാറ്റം വന്നു. ഇനി കേരള ബാങ്കിലെ ജീവനക്കാരുടെ പോസ്റ്റലിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ 1500ഓളം വരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് വരുമ്പോൾ അതിലുള്ള പരീക്ഷയെല്ലാം കൂടുതൽ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ടാവും. ആദ്യമായിട്ട് സെൻട്രൽ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എടുത്തു പറഞ്ഞൊരു കമ്മിറ്റിയാണ് മെക്ലാൻ കമ്മിറ്റി, ഓർമ്മിക്കാം. പിന്നീട് ഇപ്പോഴത് നമ്മൾ 2 ടയറിലേക്ക് പോവാണ്. 2 ടയറിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ടയർ ഒഴിവാക്കുമ്പോൾ ചെറിയ പലിശക്ക് ആ സെൻട്രൽ ടയറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒഴിവാക്കുമ്പോൾ നമുക്ക് ഇന്ന് 11% കർഷകന് കിട്ടുന്ന വായ്പ വളരെ അതിലും കുറഞ്ഞ 9% കിട്ടാൻ സൗകര്യമുണ്ട്. ഇപ്പോഴേ ഇന്നലത്തെ ബജറ്റിൽ പറഞ്ഞത് കൺസ്ട്രക്ഷൻ ഫിനാൻസ് 4% പോലും വായ്പ ഗവൺമെൻറ് സഹകരണ മേഖല കൊടുക്കാൻ നിർബന്ധരായിത്തീരാണ് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം. അത് നബാർഡിൻ്റെ ലോണുകളാണ്, കൺസ്ട്രക്ഷൻ ഫിനാൻസാണ്. എന്താണ് കൺസ്ട്രക്ഷൻ ഫിനാൻസ്? ഇന്ത്യയിലെ എപ്പെക്സ് ഏജൻസി, കാർഷിക ഗ്രാമവികസന സ്ഥാപനത്തിൻ്റെ എപ്പെക്സ് അതോറിറ്റി ആരാന്ന് പറഞ്ഞാൽ, എപ്പെക്സ് അതോറിറ്റി നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ നബാർഡ് RBI കമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കമേഴ്സ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലോൺ റേറ്റാണ്. ആ റേറ്റിനേക്കാൾ കുറച്ചുകൊണ്ട് നബാർഡിന് കൊടുക്കുന്ന റേറ്റാണ് കൺസെഷണൽ ഫൈനാൻസ്. ഇപ്പോഴത് 4%, 4.25% ഇപ്പോൾ 1000 കോടി കേരള ബാങ്കിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ.
അന്നേരം ആ ഒരു ഫണ്ട് ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 2500 കോടി രൂപ ചെറിയ പലിശക്ക് ഈ കേരള ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാണ്. അന്നേരം ഇത് വലിയ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കേരള ഡെവലപ്മെൻറ്റിന് വലിയൊരു ഊന്നലാണ്. പലിശ വളരെ കുറച്ച് 4%, 4.5% പലിശ കിട്ടിക്കഴിഞ്ഞാൽ അത് കാർഷിക മേഖലയെല്ലാം ശക്തിപ്പെടും. അതുപോലെ ചെറുകിട വ്യാവസായിക മേഖല ശക്തിപ്പെടും. ഈ രീതിയിലുള്ള ഒരു ശാക്തീകരണം അത് വരുന്നത് നമ്മുടെ കേരളത്തിലെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരള മോഡൽ. ഇന്ത്യയിലെ മൊത്തം സഹകരണത്തിൻ്റെ നിക്ഷേപത്തിലെ ഡെപ്പോസിറ്റിൻ്റെ 69% കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാണുള്ളത്. ഇതെല്ലാം ഡാറ്റ നിങ്ങൾ ഓർമ്മിക്കുക. 69%. അന്നേരം ഈ ഇതാണ് ലോകത്തിന് തന്നെ സഹകരണ മേഖല ഒരു മാതൃകയാണ്. ഇതിപ്പോൾ 4% സഹകരണ മേഖല ലോൺ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു മോഡലാണ്. ഒരിക്കലും RBIക്കൊന്നും കൊടുക്കാം, പക്ഷേ കേന്ദ്രത്തിൻ്റെ പൈസ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഫണ്ടിന് RBI കൊടുക്കുന്നതിനാണ് കൺസ്ട്രക്ഷൻ ഫൈനാൻസ്. പക്ഷെ അത് വ്യക്തമായി യൂട്ടിലൈസ് ചെയ്ത് ശരിക്ക് ചാനലൈസ് ചെയ്ത് സാധാരണ പാക്സിലേക്ക് എത്തിച്ച് അത് കർഷകന് കിട്ടിയാൽ അത് വലിയൊരു നാട്ടായിരിക്കും. ഈ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുക. അന്നേരം ആ ചോദ്യം നമ്മൾ ചോദ്യം അന്നേരം നമ്മൾ വെറും ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് സഹകരണത്തെക്കുറിച്ച് നല്ല ധാരണ വേണം, ഡീറ്റെയിൽഡായ സ്റ്റഡീസ് വേണം. പ്രത്യേകിച്ച് കേരള ബാങ്ക് 1400 ഒഴിവുകളെല്ലാം വന്നിട്ട് 1000 ഓപ്പൺ സ്ട്രീമിലേക്ക് പിന്നെ വരിക. അത് വരുമ്പോൾ അതിലെല്ലാം ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ആ കാര്യം വളരെ ഡീറ്റെയിൽഡായിട്ട് എവിടെ നിന്നാണ് നമ്മളെടുക്കുന്ന ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം ഡാറ്റ കിട്ടുന്നു ആ ഡാറ്റ മുഴുവൻ നിങ്ങൾ കളക്ട് ചെയ്യാം. പത്രത്തിൽ നിന്ന് ദിവസവും കളക്ട് ചെയ്യാം. സ്കീംസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞു വെക്കുക. ഇപ്പോൾ റേഡിയോയിലെല്ലാം നല്ല GK സീരീസ് വരുന്നുണ്ട്, അതെല്ലാം എടുത്തിട്ട് കളക്ട് ചെയ്ത് നോക്കുക. അവരുടെ നെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റീകോപ്പി ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. സ്കീംസിനെ കുറിച്ച്, പദ്ധതികളെക്കുറിച്ച്. അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻറ്റിനെയും നമ്മൾ ഉപയോഗിക്കലാണ് നമ്മളെ വിജയം. അതിനാണ് പിന്നെ അന്നേരം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് ദ എഡ്വേർഡ് മെക്ലാൻ കമ്മിറ്റി. ഞാനിവിടെ 13 കാര്യം പറഞ്ഞല്ലോ, അതിൽ പറയാതെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. RBIയുടെ രൂപീകരണം എന്ന് ചിലപ്പം ചോയ്സിലിട്ടിട്ടുണ്ടാകും. 4 ചോയ്സിൽ വരിക. 3 മെക്ലാൻ കമ്മിറ്റിയും പറഞ്ഞു. 4-മത്തെ ഫോർമേഷൻ ഓഫ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ പറഞ്ഞ സഹകരണ കമ്മീഷനൊന്നുമല്ല. അന്നേരം ആ ചോയ്സ് നമുക്ക് മനസ്സിലാവും, അതാണ് ആൻസറായിട്ട് വരുന്നത്. അന്നേരം നമ്മൾ കൃത്യമായിട്ടും മെക്ലാൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ പറയാത്ത കാര്യമേത്, അന്നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതാണെന്ന് പറയാം. ഇപ്പോൾ PSCയുടെ മെത്തേഡ് മുഴുവൻ അങ്ങനെയാണ്. അയ്യങ്കാളി എഴുതാത്ത പുസ്തകം ഏത്? അന്നേരം അയ്യങ്കാളി എഴുതിയ മുഴുവൻ പുസ്തകം നമുക്കറിയണം. എന്നാലും മാത്രമേ എഴുതാത്ത പുസ്തകം നമുക്ക് ചിലപ്പം ശ്രീനാരായണ ഗുരു എഴുതിയതായിരിക്കും ചോയ്സിലുണ്ടാകുമെന്ന്, അതായിരിക്കും ആൻസർ. അന്നേരം അത് കറക്റ്റായിട്ട് എഴുതുക, പഠിച്ചു വെക്കുക. അന്നേരം അതുകൊണ്ടാണ് പറഞ്ഞാൽ ലാർജായിട്ടുള്ള വൈഡായിട്ടുള്ള റീഡിങ് വേണം, വൈഡായ ഇൻഫർമേഷൻ വേണം. ഇനി വരുന്ന ഈ 1.5 മാസം കേരള ബാങ്ക് വരികയാണെങ്കിൽ 6 മാസം, ആ പീരീഡ് മുഴുവൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വണ്ടർഫുള്ളായ സാലറിയാണ്. 40,000 അടുത്ത ശമ്പളം, 35,000 മേലെയാണ് കേരള ബാങ്കിലേക്ക് സാലറി വരിക. അന്നേരം നിങ്ങൾ തുടക്കം തന്നെ ഇത്ര വലിയൊരു ജോലിയിലേക്ക് കടക്കാൻ പറ്റുന്ന 6 മാസത്തെ നിങ്ങൾ അധ്വാനം മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു, നിങ്ങളും കൂടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് മാത്രമേ അതിന് മാർഗമുള്ളൂ. അടുത്തൊരു ചോദ്യം, കോർപ്പറേഷൻ ഈസ് എൻലിസ്റ്റഡ് ഇൻ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് അണ്ടർ ഡാഷ് റിഫോംസ് ഓഫ് 1919. കോർപ്പറേഷൻ ഈസ് എൻലിസ്റ്റഡ് ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് അണ്ടർ ഡാഷ് റിഫോംസ് ഓഫ് 1919. 1919 ഏത് റിഫോംസ് പ്രകാരമാണ് സഹകരണം ഒരു സംസ്ഥാന വിഷയം അല്ലെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കി മാറ്റിയത്? നിങ്ങൾക്കറിയാമല്ലോ, മൊണ്ടഗോ ചെയിൻസ് ഫോർഡ് റിഫോംസ്. അടുത്തൊരു ചോദ്യം, ദ ഫസ്റ്റ് പ്രൊവിൻഷ്യൽ കോർപ്പറേറ്റ് ലെജിസ്ലേഷൻ വാസ് ഇനാക്റ്റഡ് ഇൻ ഡാഷ് ഇയർ ഇൻ ഡാഷ് പ്രോവിൻസ്. ഒന്നാമത്തെ പ്രാദേശിക സഹകരണ നിയമം ഇനാക്റ്റ് ചെയ്തത് ഏത് വർഷമാണ്, ഏത് പ്രോവിൻസിലാണ്? നിങ്ങൾക്കറിയാം, 1925 ബോംബെ പ്രോവിൻസിലാണ്. 1925 പിന്നെ അതിനെ തുടർന്ന് മദ്രാസ് പ്രോവിൻസിൽ വന്നു. 1932 കേരളത്തിൽ അത് വരുന്നത് 1969. കേരളത്തിൽ വരുന്ന ചോദ്യം, കേരളത്തിൽ ആക്ട് നിലവിൽ വരുന്നത് 15/5/1969. റൂള് നിലവിൽ വരുന്നത് 14th July 1969. 14th July 1969. അറിയാത്തവർ ഉടനടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള നോട്ട്ബുക്കിൽ ഒരു 6 കോളം ഉണ്ടാക്കുക.
6 കോളം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു ചാർട്ട് നിങ്ങൾക്ക് പറയാൻ പോവാണ്. ആ ചാർട്ട് പറയുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പഠനമായി. റൈറ്റിങ് ലിസണിങ്ങിനേക്കാൾ 6 മടങ്ങ് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ഞാനത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, നിങ്ങൾ പഠിക്കുകയില്ല. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾ നമ്മളെ അടുത്ത് നിങ്ങൾ എഴുതിയെടുക്കലാണ് മാർഗ്ഗം. പഠനത്തിൽ ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അന്നേരം മാഷക്ക് അത് അതിൻ്റെ നോട്ടിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഒന്ന് അയച്ചു തന്നാൽ പോലെ എന്ന് പറയുന്നത്. നമ്മൾ സാറിന് ഗുരുനാഥൻ 76 പേജ് ഉണ്ട്, അത് അങ്ങനെ ഞാൻ അയച്ചു തരില്ല. ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് 6 കോളായിട്ട് നിങ്ങൾ എഴുതുക. അന്നേരം 10-40ഓളം കമ്മീഷനുണ്ട്, കമ്മിറ്റി റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. 2 ചോദ്യം PSCക്ക് 2 മാർക്കാണ്, നമ്മളുടെ അടുത്താണെങ്കിൽ 1 മാർക്ക് കിട്ടും. വളരെ നിർണായകമാണ്. ഹലോ, 6 കോളങ്ങളാക്കി നിങ്ങൾ തിരിച്ചല്ലോ. 6 കോളങ്ങൾ വരുമ്പോൾ അതിൽ ആദ്യത്തെ കോളം നെയിം ഓഫ് കമ്മിറ്റി, രണ്ടാമത്തത് നെയിം ഓഫ് ചെയർമാൻ, മൂന്നാമത്തത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, നാലാമത്തത് ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ്, അഞ്ചാമത്തത് ഇയർ ഓഫ് സബ്മിറ്റിംഗ് റിപ്പോർട്ട്, ആറാമത്തത് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ്. അന്നേരം ഇതിൽ 30ഓളം കമ്മിറ്റികൾ ഇവിടെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ 30ൽ 6ഉം ഓബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ്. 150 ഓബ്ജക്റ്റീവ് ചോദ്യം ഇതിൽ കിട്ടും. 150 200-ലധികം വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് വരുമ്പോൾ ഇതാരുടെ റെക്കമെൻഡേഷൻസാണ്? ഓരോ കമ്മിറ്റിക്കും 5-8 റെക്കമെൻഡേഷൻസ് ഉണ്ട് മിക്കവാറും ആവറേജ് വരുമ്പോൾ. അന്നേരം ആ രീതിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇത് നിങ്ങൾ ശരിക്ക് സം ബുക്സ് ആർ ച്യൂഡ് എന്ന് പറയുന്ന പോലെ ഇത് ചവച്ചരച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ കേരള ബാങ്ക് നമ്മളെ ബോർഡിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലും കൂടി കേരള ബാങ്കിൻ്റെ പ്രിപ്പറേഷനും കൂടി ആവും. അതും കൂടി കഴിഞ്ഞ് വരുമ്പോൾ മറ്റേ ബോർഡിന് സാധാരണ ബാങ്കിനേക്കാൾ ഒരു 8000ഓളം രൂപ അധികം ഇതിൽ ലഭിക്കുന്ന ജോലിയാണ്. അന്നേരം ആ കാര്യം അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത ധാരാളമായിട്ടുണ്ട് അവിടെ. ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവായ മാനേജറെല്ലാം വരുമ്പോൾ ജില്ലാ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർ ആ പോസ്റ്റിലും വരുമ്പോൾ ഏകദേശം 1-1.5 ലക്ഷത്തോളം ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് പ്രൊമോട്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ ശ്രമിക്കുക. 1000-ലധികം ഒഴിവുകളാണ് വരുന്നത്. അന്നേരം ഇത് വേഗത്തിൽ തന്നെ എഴുതിയെടുക്കുക. ഒന്നാമത്തെ റിപ്പോർട്ട് നമ്മളെ കമ്മിറ്റി ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റിയാണ്. നിക്കോൾസൺ കമ്മിറ്റി വരുമ്പോൾ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റി. അതിൻ്റെ പേര് നെയിം ഓഫ് ദ കമ്മിറ്റി എന്ന് വെച്ചാൽ ഫെഡറിക് നിക്കോൾസൺ കമ്മിറ്റീൻ്റെ നെയിം ഓഫ് ദ കമ്മിറ്റി വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതിൽ ചെയർമാൻ ആരായെന്ന് വെച്ചാൽ ചെയർമാൻ ഫെഡറിക് നിക്കോൾസൺ. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി മദ്രാസ് ഗവൺമെൻറ്റാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1892 ഇയർ ഓഫ് റിപ്പോർട്ട് 1895. അതിൽ നിക്കോൾസൺ കമ്മിറ്റിയുടെ ശുപാർശ വരുമ്പോൾ അതിൽ നിക്കോൾസണിനെ നമ്മൾ ഇന്ത്യയിലെ സഹകരണത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്ന ഫാദർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഈ സജസ്റ്റഡ് റെയ്ഫേസൺ മോഡൽ, അതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് 895 കൊടുത്ത കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ഫൈൻഡ് റെയ്ഫേസൻസ് എന്നാണ്. റെയ്ഫേസനെ കണ്ടെത്തുക. അന്നേരം ജർമ്മൻ മാതൃകയുള്ള റെയ്ഫേസൻ തരത്തിലുള്ള സംഘമാണ് നമുക്ക് നല്ലത്, ബ്രിട്ടീഷ് മോഡലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ റെയ്ഫേസനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ടാക്കിയ വ്യക്തിയാണ്. രണ്ടാമത് അദ്ദേഹം കൊണ്ടുവന്ന അവിടുന്ന് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ റെയ്ഫേസൻ സംഘം അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്, അനിയന്ത്രിത ബാധ്യതാ സംഘമായിരുന്നു. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നവരുടെ ചോദ്യം. നേരെ കുറച്ച് ഷുൾസ് സംഘം ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. എന്നിട്ട് ഇത് ഓർക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ലയബിലിറ്റി ലിമിറ്റഡ് അൺലിമിറ്റഡിനും തമ്മിലുള്ള വ്യത്യാസം. ലിമിറ്റ് ചെയ്യും, അൺലിമിറ്റഡ് എന്നത് അനിയന്ത്രിതമാണ്, ബാധ്യത മുഴുവൻ അതിലെ മെമ്പറിന് ബാധ്യസ്ഥരാണ്. ലിമിറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ ബൈലോ പ്രകാരം ലിമിറ്റ് ചെയ്യുന്നത് അതുവരെ ഉള്ള ബാധ്യത മാത്രമേ ലിക്വിഡേഷൻ സമയം അവർക്ക് വരൂ, ആ ബാധ്യത വരൂ, അല്ലെങ്കിൽ അല്ലാത്ത സമയം അവർക്ക് വരൂ. അന്നേരം അതിൽ ഈ നമ്മൾ 69 KCS ആക്ട് പ്രകാരം നമ്മൾ ലയബിലിറ്റി PR കുറുപ്പിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ഇന്ത്യയിലെ കേരളത്തിലെ ഒന്നാം സഹകരണ നിയമത്തിൽ 69 നിയമത്തിൽ നമ്മളത് ലിമിറ്റഡ് ആക്കി മാറ്റി. എല്ലാം ലിമിറ്റഡാണ്, ലിമിറ്റഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
അതാണ് ലിമിറ്റഡ്. എവിടെയാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻ്റർവ്യൂവിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്? ലിമിറ്റഡ് ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലയബിലിറ്റി ഓഫ് എ മെമ്പർ ഈസ് ലിമിറ്റഡ്, എഴുതി വെച്ചോ, അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദ മെമ്പർ. നിങ്ങൾ എത്രയാണോ ഷെയർ എടുത്തത്, ഒരു മെമ്പർ എത്രയാണോ ഷെയർ എടുത്തത്, എടുത്ത ഷെയറിന് മാത്രമേ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാവൂ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ അയാളുടെ വീട്ടിൽ വന്നിട്ട് ഇത്ര ബാധ്യതയുണ്ട്, അത് പൂട്ടിപ്പോയി, അത് ബാധ്യത എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാളും വരില്ല. നിങ്ങൾ എത്രയാണ് ഷെയർ എടുത്തത് ആ ഷെയറേ പോകും. ലിമിറ്റഡ് അപ് ടു ദ ഷെയർ ടേക്കൺ ബൈ ദി മെമ്പർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ജർമ്മനിയിലെ റൈഫേസൻ മോഡലും ഷുൾസ് മോഡലും തമ്മിലുള്ള ലയബിലിറ്റിയിൽ റൈഫേസൻ അൺലിമിറ്റഡ് ലയബിലിറ്റിയും ഷുൾസ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇത് പരീക്ഷ ആവുന്നെല്ലാം കൺഫ്യൂഷൻ വരും. അത് ഓർക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ അന്ന് റൈഫേസൻ സഹകരണ സംഘം ഉണ്ടാക്കിയത് കർഷകർക്കാണ്. കർഷകർക്ക് കൃഷിഭൂമിയില്ല, ശരിക്കും കടപ്പാടമില്ല, വീടില്ല, പ്രോപ്പർട്ടി ഇല്ല, സ്വത്തില്ല, പണമില്ല. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വായ്പ എടുത്ത് അത് തിരിച്ചടച്ച് അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ അവരുടെ കാർഷിക വൃത്തിക്ക് അത് വളരെ ഗുണകരമാവും എന്നുള്ളത് കൊണ്ടാണ് റൈഫേസൻ എന്ത് ചെയ്തത്, അൺലിമിറ്റഡ് അനിയന്ത്രിത ബാധ്യതാ സംഘം. ഇനി വൺ ഓഫ് ദ മെറിറ്റ് ഓഫ് ദ അൺലിമിറ്റഡ് ലയബിലിറ്റി ഈസ് ദാറ്റ് ഓൾ ദ മെമ്പേഴ്സ് ആർ കീൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതാണ് സംഘത്തിൻ്റെ കാര്യത്തിൽ എല്ലാ അംഗങ്ങളും എപ്പോഴും ശ്രദ്ധാലുക്കളാവും. അതുകൊണ്ടാണ് റൈഫേസൻ എന്ത് ചെയ്തത്, ദി അൺലിമിറ്റഡ് ലയബിലിറ്റി ആക്കി മാറ്റിയത്. ഇനി ഇന്ന് നമ്മൾ അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്തെന്ന് പറയുമ്പോൾ ചോദിക്കാം, കേരള ബാങ്കിലെല്ലാം ചോദ്യങ്ങൾ ആ രീതിയിലാണ് വരിക. അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സിന് സംഘത്തിൽ അംഗമാവാൻ ഭയമായിരിക്കും. എന്തുകൊണ്ട്? എനിക്ക് സമയമില്ല, എനിക്ക് ആ കാര്യം നോക്കാൻ പറ്റില്ല, അതിന് പല ബാധ്യതയും വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് പോവും, എൻ്റെ പണം പോവും. ഈ ഒരു പേടിയാണ്. ആ പേടി അന്ന് റൈഫേസൻ്റെ സംഘത്തിന് ഇല്ല. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തൊന്നുമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ക്രോപ്പ് മാത്രമേ ഉള്ളൂ, അത് ജപ്തി ചെയ്യുന്നുണ്ട് പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് അവർക്ക് സംഘത്തിലെ മെമ്പറാവുന്നതിന് അവർക്ക് പേടിയില്ല. നേരെ മറിച്ച് ഷൂൾസ് സംഘം ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ആക്സെപ്റ്റ് ചെയ്തത്. എന്തുകൊണ്ട്? അത് ഷൂ മേക്കേഴ്സാണ് ആദ്യം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽസാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ്. അവരിപ്പോൾ നല്ല പണമുള്ളവരാണ്, ഷോപ്പുണ്ട്, ഇൻകം ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അന്നേരം അവരുടെ അല്ലെങ്കിൽ ആ വീട്ടിൽ പണമുണ്ട്, സ്വർണ്ണമുണ്ട്, അത് ജപ്തി ചെയ്ത് പോവാതിരിക്കുക ലയബിലിറ്റീൻ്റെ മുകളിൽ. അതുകൊണ്ട് അവർ സംഘത്തിൽ അംഗമാവണമെങ്കിൽ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യണം. അത് എത്രയാണെന്ന് പറഞ്ഞാൽ അത് നോക്കുക, ആ ലിമിറ്റ്, അതിൻ്റെ അപ്പുറം അവർക്ക് പോകില്ലല്ലോ. അതുകൊണ്ട് സംഘത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ബിസിനസ്സുകാർക്ക് നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർ ലിമിറ്റഡ് സംഘങ്ങളിൽ മാത്രമേ അംഗത്വം എടുക്കൂ. അതുകൊണ്ടാണ് അർബൻ സൊസൈറ്റീസ് അല്ലെങ്കിൽ ടൗൺ ഓറിയൻറ്റഡ് സൊസൈറ്റി, ഷുൾസ് മോഡൽ സൊസൈറ്റി തീർച്ചയായിട്ടും ലിമിറ്റഡ് ലയബിലിറ്റിയിലേക്ക് അന്ന് വന്നത്. ഇന്ന് നമ്മളെ കേരളത്തിലെ സഹകരണ നിയമങ്ങളെല്ലാ സംഘങ്ങളും ലിമിറ്റഡാണ്, കമ്പനിയും ലിമിറ്റഡാണ്, ഓർമ്മിക്കുക കാര്യം. അന്നേരം ഒന്നാമത്തത് സജസ്റ്റഡ് റൈഫേസൻ മോഡല്, ഫൈൻ റൈഫേസൻ എന്ന് പറഞ്ഞു. പിന്നെ ദി റൈഫേസൻ മാതൃകയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ കമ്മിറ്റിയാണ് എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ കമ്മിറ്റി കോപ്പറേറ്റീവ് ലോ കമ്മീഷനാണ്. എഡ്വേർഡ് ലോ കമ്മിറ്റി, അതിൻ്റെ പേര് കോപ്പറേറ്റീവ് ലോ കമ്മീഷൻ. അധ്യക്ഷൻ എഡ്വേർഡ് ലോ ആണ് രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ കോളം അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. നാലാമത്തത് ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1901 സബ്മിറ്റ് ചെയ്യുന്നത് 1904 ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 സഹകരണ നിയമം വരുന്നത്. എന്ന രീതിയിലെ സജഷൻസ് എന്ന് പറയുമ്പോൾ 4 സഹകരണ നിയമത്തിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് അവിടെ എഴുതി വെക്കുക. ഇനി മൂന്നാമത്തെ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. അതിൻ്റെ അധ്യക്ഷനാണ് മാൽക്കം മെക്ലഗാൻ. മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട് എഡ്വേർഡ് മെക്ലഗാനാണ്. അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അത് 1914 ആ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് 1915. അന്നേരം മെക്ലഗാൻ കമ്മിറ്റി 15 വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത 10 വർഷത്തെ സഹകരണത്തിൻ്റെ വികാസം പഠിക്കാനും അതിൻ്റെ പ്രശ്നം പഠിക്കാനും അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ്. വേറൊരു ചോദ്യം ചോദിക്കാം. 1904 സഹകരണ നിയമത്തിന് ശേഷം ദ ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ ഇൻ ഇന്ത്യ. അത് മെക്ലഗാൻ കമ്മിറ്റിയാണ്. 14 അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. 10 വർഷത്തെ സഹകരണത്തിൻ്റെ വികാസം. പിന്നെ 15 അപ്പോയിൻറ്റ് ചെയ്യുന്നത്, റിപ്പോർട്ട് കൊടുക്കുന്നത്. അതിൽ സജഷൻസ് ഓർമ്മിക്കുക, പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ ഫസ്റ്റ് കമ്മിറ്റി സ്റ്റഡീഡ് ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഒന്നാമത്തെ കമ്മിറ്റിയാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ടു ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ആൻഡ് ദെൻ കോപ്പറേറ്റീവ്സ്. ആദ്യം സഹകാരികളെ സൃഷ്ടിക്കുക, പിന്നീട് മാത്രം സഹകരണം.
മൂന്നാമത്തെ സ്റ്റാർട്ടിംഗ് ഓഫ് അർബൻ ബാങ്ക് രൂപീകരിക്കണം, അർബൻ പ്രദേശങ്ങളിൽ അർബൻ ബാങ്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റി. നാലാമത്തേത് 1 man 1 vote വാസ് റെക്കമെൻഡഡ്. സാധാരണത്തിൽ 1 man 1 vote സിസ്റ്റമാണ്. ആക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത കമ്മിറ്റിയാണ്. 5 ഫോർമേഷൻ ഓഫ് ദ സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, കേന്ദ്ര ഭൂപണയ ബാങ്ക് വേണമെന്ന് പറഞ്ഞ സംഘമാണ്, ഇത് കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എംഫസൈസ്ഡ് മോറൽ സൈഡ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, സാധാരണത്തിൽ സത്യസന്ധരായ ആൾക്കാരെ മാത്രമേ ചേരുന്ന സംഘത്തെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നെല്ലാം പറഞ്ഞ കമ്മിറ്റിയാണ് മോറൽ സൈഡ്. 7ാമത്തേത് നീഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, കേന്ദ്ര ബാങ്ക് അല്ലെ ജില്ലാ ബാങ്കിൻ്റെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞ ആദ്യത്തെ കമ്മിറ്റിയാണ്. അങ്ങനെയല്ലാണ് ചോദ്യം വരിക. 12 മുതലല്ലേ എല്ലാ തരം സംഘവും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ജില്ലാ ബാങ്ക് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവണം. ജില്ലാ ബാങ്കിൽ പിന്നെ ആ പ്രദേശത്തുള്ള ജില്ലാ ബാങ്കിൽ ആ പ്രൈമറികൾ മെമ്പറായിരിക്കണം. അവരെ അധികമുള്ള തുക ജില്ലാ ബാങ്കിലാണ് നിക്ഷേപിക്കേണ്ടത്. അവർ ലോണ് ജില്ലാ ബാങ്കിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. അടുത്തൊരു കമ്മിറ്റിയാണ് നമ്പർ 2, 3 കഴിഞ്ഞിട്ട് അടുത്തൊന്ന് ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ്, കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. അതാണ് ഫോർമേഷൻ ഓഫ് ദ സെൻട്രൽ ബാങ്ക്, RBI രൂപീകരിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് 1926 ഹിൽട്ടൺ ആൻഡ് യങ് കമ്മീഷൻ. അടുത്ത കമ്മിറ്റി ടൗൺഷെൻഡ് കമ്മിറ്റിയാണ് 1927, അത് നമ്പർ 27, അത് 27 വർഷം കേട്ടോ. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കിന് മദ്രാസിൽ ഭൂപണയ ബാങ്ക് രൂപീകരിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്, പലപ്പോഴും ചോദിച്ചാണ്, ടൗൺഷെൻഡ് കമ്മിറ്റി. അടുത്ത 4ാമത്തെ കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അത് കമ്മിറ്റിയുടെ പേര് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. നെയിം ഓഫ് ദ ചെയർമാൻ H. കാൽവേർട്ട്. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ്. റോയൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്, അതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇതിനെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോയിൻറ്റിംഗ് ഇയർ 1926 അത് റിപ്പോർട്ട് കൊടുത്തത് 1928 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഇനി അതിൻ്റെ ശുപാർശ ഓർമ്മിക്കാം. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അത് സ്റ്റേറ്റ് ചെയ്താണ്, സ്റ്റേറ്റഡ് ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദെൻ ഫെയിൽ ദർ വിൽ ഫെയിൽ ദി ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. ഇത് പറഞ്ഞതാരാണ്? പലപ്പോഴും PSC ചോദിച്ചാണ്. ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. സാരണം പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതീക്ഷ നഷ്ടപ്പെടും, ഗ്രാമീണ ഇന്ത്യയുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. അന്നേരം ഗ്രാമീണ ഇന്ത്യക്ക് മങ്ങലേൽക്കും സാരണത്തിൻ്റെ വീക്ക്നെസ്. അതുപോലെ തന്നെ കൃഷിയുടെ വീക്ക്നെസ്, ഇന്ത്യയുടെ നട്ടലായ കൃഷി തകർന്നു പോകും. അതുകൊണ്ട് ഗ്രാമീണ ഇന്ത്യക്ക് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയാണ്. അത് പലപ്പോഴും ചോദിക്കും. ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദി ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞത് H. കാൽവേർട്ട്. അദ്ദേഹം ഒരു രജിസ്ട്രാറും കൂടിയായിരുന്നു. H. കാൽവേർട്ടിൻ്റെ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അതിൽ 1ാമത്തെ നിർദ്ദേശമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ്. ഇത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റ് സജസ്റ്റ് ചെയ്തത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. എഡ്യൂക്കേഷൻ ടു ഇറ്റ്സ് മെമ്പർ, അംഗങ്ങൾക്ക് മെക്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എഡ്യൂക്കേഷൻ ടു മെമ്പർമാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞത് H. കാൽവേർട്ട് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ്, വളരെ പോയിൻ്റ് ചെയ്തിട്ട് പഠിക്കുക. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവാണ് രൂപീകരിക്കേണ്ടത്. അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചർ സൊസൈറ്റി, അവർ അഗ്രികൾച്ചറിൻ്റെ പണിയെടുത്താൽ മതി. ഇവരാണെങ്കിൽ കൺസ്യൂമറാണെങ്കിൽ കൺസ്യൂമർ, ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ, ഒന്നിലധികം ഉദ്ദേശം വെച്ചിട്ട് സംഘം വേണ്ട, ഓരോ ഉദ്ദേശത്തിൽ സംഘം. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സജസ്റ്റ് ചെയ്തത് H. കാൽവേർട്ട്, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. 4ാമത്തത് കൺട്രോൾ ഓൺ ഡിബഞ്ചർ ഇഷ്യൂഡ് ആൻഡ് മെഷേഴ്സ് ഫോർ ദ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ്. കടപ്പത്രം ഇറക്കാനുള്ള അനുമതി, ഇപ്പം നമ്മളടുത്ത് കടപ്പത്രം ഇറക്കാൻ അനുമതി റിസർവ് ബാങ്കാണ് കൊടുക്കുന്നത്. അന്ന് കടപ്പത്രം ഇറക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ആ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും ഡിബഞ്ചർ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇറക്കും. ഡിബഞ്ചർ അത് ക്യാഷിന് തുല്യമാണ്, അതിൽ തുകയല്ലേ വരുന്നത്. അന്നേരം ഇത് എന്തുണ്ട്, അതിൽ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെതിരാവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഡിബഞ്ചറിനെ കൺട്രോൾ ചെയ്യണം. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ധാരാളമായിട്ട് പണം ഇറങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഇൻഫ്ലേഷന് കാരണമായി തീർന്നു. പ്രാവശ്യം വർഷം പഠിപ്പിക്കുന്ന വലിയൊരു ചാപ്റ്ററാണ് ഇൻഫ്ലേഷൻ, അല്ലേ? ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്, ഉൽപ്പാദനം കുറയും പണം കൂടും.
അല്ലേ? അത് ഇന്ത്യയിൽ ഇപ്പം കൊറോണ പീരീഡിൽ നമ്മളെ ഇനി അടുത്ത വർഷം മുതൽ വലിയ ക്രൈസിസിലേക്ക് ഇന്ത്യൻ എക്കണോമി വരാൻ പോവാണ്. ഒരുപടി പഠനം ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ. ഉൽപ്പാദനം കുറയുന്നു, പണം ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ അത് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമായിത്തീരും. സാധാരണക്കാരന് ഇത് വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പട്ടിണിയിലേക്ക് ജനങ്ങൾ പോകും. വേറൊരു മേഖലയിൽ ഉൽപ്പന്നങ്ങളില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് എക്കണോമിയാണ് പോസ്റ്റ് കൊറോണ പീരീഡിൽ ലോകത്തെ കാത്തിരിക്കുന്നത്. ഇവിടെ ഓർമ്മിക്കാം, മെക്ലാറൻ റോയൽ കമ്മീഷൻ പറഞ്ഞത് കൺട്രോൾ ഓൺ ഡിബഞ്ചർ ഇറക്കുന്നതിന് നിയന്ത്രണം വേണം. ഇപ്പം നമ്മൾ ഡിബഞ്ചർ ഇറക്കി പണം സ്വരൂപിക്കുന്ന സാധാരണ സ്ഥാപനം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? നിങ്ങൾക്കറിയാലോ, അത് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കാണ്. ഡിബഞ്ചറിലൂടെ ഫണ്ട് സ്വരൂപിക്കുന്ന പ്രധാന സഹകരണ സ്ഥാപനം. ഈ ഡിബഞ്ചറിന് നിയന്ത്രണം വേണമെന്ന് പറഞ്ഞത് എച്ച് കാൽവേർട്ടാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. അടുത്ത് മാൽക്കം ഡാർലിംഗ് കമ്മിറ്റി, അത് നമ്പർ ഇടണ്ട, 1935 ഈ ഒരു ഓർഡറിൽ വരാൻ വേണ്ടിയാണ് നമ്പർ ഇടാതെ ഇത് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് കമ്മിറ്റി സ്റ്റേറ്റഡ് ദാറ്റ് നീഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സാറിന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, ആവശ്യകത ഊന്നിപ്പറഞ്ഞ ആദ്യത്തെ കമ്മിറ്റി ഏത്? മറ്റേ മെക്ലാറൻ കമ്മിറ്റി സാറിന് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് റോയൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണ വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് സാധാരണ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റിയാണ്. 1935 ദ ഫസ്റ്റ് കമ്മിറ്റി സ്ട്രെസ് ദ നീഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ചോദിക്കാം, ഇത് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. മെക്ലഗാൻ ഇല്ലേ, കാൽവേർട്ട് കമ്മിറ്റി ഇല്ലേ, റോയൽ കമ്മീഷൻ ഇല്ലേ? പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി 1935 ഇതിനായിട്ട് അപ്പോയിൻ്റ് ചെയ്തതാണ്, സാധാരണ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് അത് ആൻസർ ചെയ്യണമെന്ന് പറയുന്നത്. ദ ഫസ്റ്റ് കമ്മിറ്റി സ്ട്രെസ് ദ നീഡ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, മാൽക്കോം ഡാർലിംഗ് കമ്മിറ്റി. അടുത്ത അഞ്ചാമത്തേത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അത് അതിൻ്റെ അധ്യക്ഷൻ സരയ്യാണ്, RG സരയ്യ അധ്യക്ഷൻ. സരയ്യ കമ്മിറ്റി എന്നാണ് ഈ കമ്മിറ്റിക്ക് പറയാം. അപ്പോയിൻ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ് 1945, റിപ്പോർട്ട് കൊടുക്കുന്ന 1946. സരയ്യ കമ്മിറ്റി 1945 എന്ന് പറയും, 46 റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി സരയ്യ കമ്മിറ്റിയുടെ ശുപാർശ എന്തെല്ലാം? സരയ്യ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് 1945. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സരയ്യ. ഇനി അതിൻ്റെ പർപ്പസും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിലെ സജഷൻസ്: പ്രൈമറി സൊസൈറ്റി ടു ബി റീവൈറ്റലൈസ്ഡ് ആൻഡ് ഫോമുലേറ്റഡ് ഇൻ ടു MPCS. മാറുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പാടുള്ളൂ എന്ന് പറഞ്ഞു, അതിനെ മാറ്റിയാണ് സരയ്യ എന്ത് പറയുന്നത്? പ്രൈമറി സംഘങ്ങളെ റീവൈറ്റലൈസ് ചെയ്തിട്ട് ഒന്നും കൂടി ശക്തിപ്പെടുത്താനായിട്ട് അവയെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസായി മാറ്റണം. ഇപ്പം നമ്മളത്തെ എല്ലാ SCB 1958 മുതലാണ് വരുന്നത്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളും മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആ കാര്യം ഓർമ്മിക്കാം. പ്രൈമറി സൊസൈറ്റി ടു ബി റീവൈറ്റലൈസ്ഡ് ആൻഡ് ഫോർമുലേറ്റഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത് സരയ്യ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കണം. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് വന്നത് ജപ്പാനിലാണ്. അടുത്ത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ സരയ്യ കമ്മിറ്റി വന്നത് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ 14th കോൺഫറൻസ് ഓഫ് ദ രജിസ്ട്രാർസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇന്ത്യയിലെ എല്ലാ രജിസ്ട്രാർമാരുടെയും ഒരു കോൺഫറൻസ്, ആ കോൺഫറൻസ് 1944. ഇതിൻ്റെ നിർദ്ദേശപ്രകാരം 14ാമത്തെ രജിസ്ട്രാർമാരുടെ കോൺഫറൻസ്. അങ്ങനെയല്ലാണ് നമ്മൾ PSC ചോദിക്കുക, വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം. 14ാമത് രജിസ്ട്രാർമാരുടെ ഓൾ ഇന്ത്യ എന്നൊന്നും പറയുന്നില്ല, അത് കോൺഫറൻസിൽ വെച്ചിട്ട് 1944 കോൺഫറൻസിലാണ് വരുന്നത്. നമുക്കൊരു പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കണം സാധാരണത്തെക്കുറിച്ച് ഒന്നും കൂടി പഠിക്കാനായിട്ട്. അങ്ങനെയാണ് സരയ്യ കമ്മിറ്റി വരുന്നത് 1945. അതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മൾട്ടി ക്രെഡിറ്റ് അസോസിയേഷൻ ഉണ്ടാക്കുക, മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ഉണ്ടാക്കുക, മൾട്ടി ക്രെഡിറ്റ് അസോസിയേഷൻ ഉണ്ടാക്കുക, സെറ്റിംഗ് അപ്പ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. അത് ഏത് രീതിയിലും ചോദിക്കാം. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റി ക്രെഡിറ്റ് അസോസിയേഷൻ സരയ്യ കമ്മിറ്റിയാണ്. മൾട്ടി ക്രെഡിറ്റ് അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞ കമ്മിറ്റി സരയ്യ കമ്മിറ്റി, അത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സരയ്യ കമ്മിറ്റി. ഇത് ബൈഹാർട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കാം.